ഓക്കെ പോവാന്നാ. ഗ്ലൗസൊക്കെ നനയ്ക്കാൻ സമയമായി, കുറച്ച് അഴുക്കായല്ലേ, കുഴപ്പമില്ല, ഇന്ന് കൂടെ ഇടാം. അത് കാലാവസ്ഥ എങ്ങനെയുണ്ട്? മഴയാണോ വെയിലാണോ? ഇന്നലെ മൊത്തം മഴയായിരുന്നു, ഇന്ന് വെയിലായിരിക്കും മിക്കവാറും. ക്ലൗഡി ഉണ്ട്, ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷൂ ഇടണ്ട, ചെരുപ്പിടാം. ഓക്കെ, എവിടെ ചെരുപ്പെങ്കിൽ ചെരുപ്പ്. അപ്പം ബൈസൺ പോവാന്നാ. ഇന്നലെ കുറേ കഷ്ടപ്പെട്ടില്ല നമ്മൾ മഴയത്തോടി. അപ്പോൾ ഒടുക്കാത്ത ഓട്ടമായിരുന്നു, ഫുൾ മഴയായിരുന്നു. അതുകൊണ്ട് ചെയിൻ കംപ്ലീറ്റ് അഴുക്കായി കിടക്കുകയാണ്. ചെയിൻ ലൂബ് പിടിക്കാൻ സമയമായിട്ടുണ്ട്. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ സമയമായി. ഈ 2 ജോലിയുണ്ട്. പിന്നെ വണ്ടി മൊത്തം ഒന്ന് വാഷ് ചെയ്യണം. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ഒരു ദിവസം മൊത്തം ഓടിയിട്ട് നമുക്ക് നാളെ റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോണ്, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട്. ഈ നേരെ വിട്ട് പോയാൽ മാത്രം മതി. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 12:20 ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിക്കാൻ സമയമായി. ഇവിടെ നിന്ന് അടിക്കൂല, നമുക്ക് നേരെ സിറ്റിക്കകത്ത് പോയാലോ. ഓക്കെ, കമോൺ ക്വിക്ക്. ഇന്നത്തെ കാലാവസ്ഥ കണ്ടാ? ഓഹോ, ഉഗ്രം മഴ ഉണ്ട് കേട്ടോ അന്ന്. അപ്പം ഇന്നലേക്ക് മൊത്തം വെള്ളപ്പൊക്കമായിരുന്നു. ഇന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ ഫുൾ ക്ലൗഡിയായി. ഇന്ന് എന്തായാലും 2 മണിക്ക് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് വെതർ റിപ്പോർട്ടിൽ. ഓക്കെ, നമ്മളിങ്ങനെ പൂജപ്പുര ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓർഡർ അടിക്കണം. എന്ത് ചെയ്യാൻ സംഭവം? തമിഴ്നാട്ടിൽ വിജയ് CM ആയിട്ടുണ്ട്. ഇതാ വാട്സാപ്പിൽ ഒന്നായി സ്റ്റാറ്റസ്. സൂപ്പർ അല്ലേ? ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ് വഴുതക്കാടിൽ. ഇന്ന് ഞായറാഴ്ച ഓഫർ ഉണ്ട്. എടുക്കുന്ന ഓരോ ഓർഡറിന് 50 ഇൻസെൻറ്റീവ് ആണ് കമ്പനി തരുന്നത്. എൻ്റെ അമ്മോ, റീച്ച് ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ് റെഡി ആയിട്ടില്ല. സമയമാവോ? ശരി, വെയിറ്റ് ചെയ്യാം. എന്തോ ലേറ്റ് ആയിക്കൊണ്ടിരിക്കണം. വന്നിട്ട് 15 മിനിറ്റ് ആയി. നല്ല തിരക്കുണ്ടല്ലോ ഇവിടെ. റെഡിയായി. ഓപ്പോ 9076 ചിക്കൻ അൽഫാം. അത്രേ ഉള്ളൂ, ചെറിയ ഐറ്റം ആയിരുന്നു. അതിന് അത്ര സമയം എടുത്തത്. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ഡ്. ആഹാ, നല്ല കറുത്ത് ഇരുണ്ട് പറഞ്ഞു കേട്ടാ. ഒരു ഉഗ്രം മഴയുണ്ട് ഉച്ചയ്ക്ക്. പ്രതീക്ഷ അപ്പം ഇന്ന് നല്ല മഴയത്ത് നനഞ്ഞ് അടിച്ച് പൊളിച്ച് വ്ളോഗ് ചെയ്യാലോ. കണ്ടന്റ് ആയല്ലോ. കണ്ടന്റാ വർക്ക് ചെയ്യാൻ പാടുന്നറിയാം മഴയത്ത്, വിചാരിക്കും പോലെ അല്ല. ശരി, വാ പോവാം. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൈപ്പറ്റിയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ചാലക്കുടിയാണ്. ഇവിടുന്ന് കറക്റ്റ് 5.2 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:40 ആയിട്ടുണ്ട്. ഓക്കെ, ആ മഴ ലൈറ്റ് ആയി, കുഴപ്പമൊന്നുമില്ല, നനയാം. റെഡി ആയിട്ടിരിക്കാനാ. ഏതുവായിരുന്നാലും 10 കിലോ. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. പോട്ടെ. സിഗ്നൽ വീണെങ്കിലും കയറി പോകണം, വേറെ വഴിയില്ല. ബാക്കി ആംബുലൻസ് വരെയല്ലേ സംഭവം. ബാക്കി വന്ന് ആംബുലൻസ് എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, അത് അത്രയും ഹോൺ അടിച്ച് സ്പീഡിൽ പറഞ്ഞത്. സൈഡ് കൊടുത്തിട്ട് പോട്ട് ടേക്ക് കെയർ അണ്ണാ, നോക്കിപ്പോ. ഞാൻ ഇന്നലെയാണ് വാഴ 2 സിനിമ കണ്ടത്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല, OTT കണ്ടത്. പടം കൊള്ളാണ്, നല്ല ഒരു എമോഷണൽ ഫീൽ ആയിരിക്കുന്നത്. ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു വാല്യൂ എന്താണെന്നുള്ള പടത്തിൽ നല്ല കാണിച്ചിട്ടുണ്ട്. പടം കണ്ട ആർക്കായാലും ശരി, ചെറിയൊരു എന്തായാലും കണ്ണീർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് അച്ഛനും മോനോടുള്ള ബന്ധം, അതേപോലെ കൂട്ടുകാരൻ തമ്മിലുള്ള ബന്ധം, പിന്നെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെയാണ് പടത്തിൻ്റെ മെയിൻ കണ്ടന്റ്. അതേപോലെ പിന്നെ ഈ ഡ്രഗ്സും ഈ കഞ്ചാവ് കടിക്കുന്ന ടീമുകളൊക്കെ ഈ പടം കണ്ടാൽ ചിലപ്പം മനസ്സ് മാറാൻ ചാൻസ് ഉണ്ട്. അവിടെ മൊത്തം നല്ല കാർമേഘമാണ്. മിക്കവാറും ട്രിവാൻഡ്രം സിറ്റി മൊത്തം നല്ല മഴ കാണുന്നു. സംഭവം ഇതാപ്പണ വണ്ടി ഹീറോയുടെ സ്പ്ലെൻഡറാണ്. നല്ലപോലെ ആൾട്രാഷൻ ചെയ്തിട്ടുണ്ട്. നോക്കിയല്ലേ ഫ്രണ്ടിൽ പോയി. ടയറൊക്കെ നല്ല വലുതായിരിക്കും ഫ്രണ്ടിൽ. ശരി തന്നെ, പോളി. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് വെച്ചിരിക്കുന്നത് അടിപൊളിയായിരുന്നു. ABS കാണാൻ എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ വണ്ടിക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ആൾട്രാഷൻ ചെയ്യുന്ന നേരത്ത് മൈലേജും കുറേ ചാൻസ് ഉണ്ട്. 5-10 കിലോമീറ്റർ കുറവായിരിക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ല, വണ്ടി ലുക്കായിരിക്കും കാണാൻ. ഓക്കെ, ചാലക്കുടി മെഡിക്കൽ കോളേജ് ലെഫ്റ്റ്. ഒരു പേര് ബറലാറ്. നല്ലൊരു തണുത്ത കാറ്റ് ഫീൽ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് മഴ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വാങ്ങണം, വെയിറ്റിംഗ് ആണ്. മഴ കാണിച്ച് കണ്ടന്റ് പിടിക്കണം എനിക്ക്. മഴയത്ത് നനഞ്ഞു പോകുന്ന ഒരു വൈബാണല്ലേ അത്, പ്രത്യേകം കേരളത്ത്. ഏറ്റവും കൂടുതൽ പച്ചപ്പുള്ള സ്ഥലമല്ലേ കേരളം. അപ്പോൾ നല്ല രസമുണ്ട് റോഡ് കാണാനായിട്ട്. ഹോട്ടൽ റാം നിവാസ് എവിടെ നിന്നാണ് ഇരിക്കണത്? എവിടെ നിന്നാണ് വച്ചിരിക്കണം? റാം നിവാസൊക്കെ കൊണ്ട് വിളിച്ചു വച്ചിരിക്കണം. ശരി, ഇപ്പോൾ നമുക്ക് വിളിച്ചു നോക്കിയാലോ. ഇവിടെ നിന്ന് കാണാനൊന്നുമില്ല. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഉണ്ട്. ഗ്രീൻ പാർക്ക് അവിടെയാണോ? ഓക്കെ ഹരീഷ് അല്ലേ? ഓക്കെ, ശരിയാണ്. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവർ. സൂപ്പർ. ഓക്കെ, നമ്മൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബാബ് അറേബ്യ റെസ്റ്റോറൻറ്റ് കവടിയാറിൽ. കൊള്ളാം കേട്ടോ. ഓരോ ഓർഡറിന് 50 ഇൻസെൻറ്റീവ്. അത് കാണുമ്പോൾ മനസ്സിൽ പറഞ്ഞ സന്തോഷം എന്ന് പറയുമ്പോൾ. ഇങ്ങനെ എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ഇപ്പോൾ ഇത് സമ്മർ ആയതുകൊണ്ട് ഇത്രയും ഓഫർ ഉള്ളത്. ഇപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ എല്ലാം ഇനി പഴയ പോലെ ആകുമായിരിക്കും. അയ്യോ അണ്ണാ, ഒരു പിന്നെ ആൾക്കാരിപ്പോൾ കേട്ടണ ഞാൻ നടുക്കേറിയൊന്നും അറിയാതെ. സോറി. ബൈസണേ, ഇതുപോലത്തെ ബ്ലോക്കില്ലേ പെട്ടെന്ന് ഓഫ് ആവല്ലേ, ദേഷ്യം വരും എനിക്ക്. സംഭവം മിസ്റ്റേക്ക് ബൈസന്റെ ഭാഗത്തില്ല, എൻ്റെ ഭാഗത്താണ്. ഞാൻ ഫസ്റ്റ് ഗിയർ ഇടാൻ സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി എടുത്തപ്പോൾ പെട്ടെന്ന് ഓഫ് ആയിപ്പോയി. റീച്ച്ഡ് ബാബ് അറേബ്യ റെസ്റ്റോറൻറ്റ്, ഗേറ്റ് വേ ഓഫ് അറേബ്യൻ ഡിഷസ്. റെഡി ആയില്ല, പ്രിപ്പയറിങ്, വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് പോയി. എന്തിനാണ് ഓരോടത്ത് ഇങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 10 ഓർഡർ എടുക്കാൻ ഐഡിയ, പക്ഷേ നടക്കുമല്ലോ. 0995 കപ്പ. അതെ, ഓക്കെ. ഓർഡർ റേറ്റ് എന്ന് പറഞ്ഞത് കബം ചിക്കൻ. സോറി കബമ്മ ചിക്കൻ. അതാ കപ്പമ്മ ചിക്കനാണ്. എന്തോ ഒരു ചിക്കൻ അല്ല, അത്ര ആവശ്യമില്ലാത്ത പറഞ്ഞ് വെറുപ്പിക്കൽ. സുധീഷേ, ഇങ്ങോട്ട് നോക്ക്. കണ്ണാടിയിൽ നമ്മളെ കാണാൻ പറ്റും. നമ്മളുടെ ഹെൽമെറ്റ്, നമ്മളുടെ വണ്ടി എല്ലാം വേറെ ലെവലിരിക്കണം. സുധീഷൊക്കെ സിനിമ അഭിനയിച്ച ഹീറോ ആവായിരുന്നു, പക്ഷെ നടക്കണ്ടേ. ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ച് അത് റിലീസായില്ല ഇതുവരായിട്ടും. അതിൽ ചെറിയ വില്ലൻ വേഷമാണ്. നമ്മളെ ഡയറക്ടറെ പെട്ടെന്ന് റിലീസ് എഡിറ്റിങ് കഴിഞ്ഞാൽ എപ്പോൾ ചോദിച്ചാലും എഡിറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറയും. മിക്കവാറും ഓണത്തിന് റിലീസ് ആകുമായിരിക്കും, നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ചാലക്കുടിയില്ലോ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കേശവാസപുരമാണ്. ഇവിടെ കറക്റ്റ് 3.2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പം ഞായറാഴ്ച ആണ്ട് കുറച്ച് കൂടുതൽ ഓർഡർ എല്ലാ റെസ്റ്റോറൻറ്റിലും അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലേറ്റ് ആക്കുന്നത് ഒരിടത്തും. ഇതുവരെയായിട്ട് ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. അങ്ങനെയാണെങ്കിൽ മഴയ്ക്കുള്ള ചാൻസ് കുറവാണ്. സിഗ്നൽ വീണാ പോട്ടെ. ഇവൻ ഒരു അതിശയ പുലി. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. നമ്മൾ പോകേണ്ടത് മോസ്കോ ലൈനിലാണ്.
ആ ഇവിടെയൊക്കെ ലൈറ്റായിട്ട് മഴ പെയ്തിരിക്കുകയാണ് കേട്ടോ. കൊള്ളാമല്ലോ, സൂപ്പർ. ദിൽ തോ പാഗൽ കേ. ഇവിടെ തന്നെ, ഇവിടെ റൈറ്റാ ലെഫ്റ്റാ വീട്? ഇവിടെയാണോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റേ. ഓർഡർ ആയിട്ട് മാറിയാ? ഓക്കെ, അപ്പോൾ ആൾ മാറിപ്പോയി, സോറി. ഇപ്പോൾ ജസ്റ്റ് മിസ്. കറക്റ്റ് ലൊക്കേഷനിൽ കസ്റ്റമർ വന്നിരിക്കുന്നു, പക്ഷേ വേറെ കസ്റ്റമർ. എന്തായാലും വിളിച്ചു നോക്കാം. കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ പണി കെട്ടിയാൽ സുധീഷേ. ഹലോ, ആ സൊമാറ്റോ ആണേ. ആ ഓക്കെ ശരി. ഓക്കെ, നമ്മൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. കുറച്ച് ലോങ് ആണ്, കുഴപ്പമില്ല, പോവാം. പാരഗൺ റെസ്റ്റോറൻറ്റ്. നല്ല ബ്ലോക്ക് ആണല്ലോ, അങ്ങോട്ട് കയറാൻ പറ്റുമോ വണ്ടി കൊണ്ട്? അത് നടന്നു പോകാനാ. പോട്ടെ പോട്ടെ പോട്ടെ. നല്ല തിരക്കട്ടാ. എൻ്റെ അമ്മ, പെട്ടെന്ന് റെഡിയായാൽ മതിയായിരുന്നു. ശരി, നോക്കട്ടെ. അതെ, പ്രീച്ച് ലൊക്കേഷൻ കൊടു. ആ റെഡിയായി സുധീഷേ, രക്ഷപ്പെട്ടെ. നീ വരവേ കലവരമേ തന്നൻ ടാൻ 6696 ഫിഷ് മാംഗോ കറി പാരഗൺ ചിക്കൻ. ഓക്കെ, താങ്ക് യു. ഓർഡർ പിക്ഡ്. വ്ളോഗ് യൂട്യൂബറാണ് ചാനൽ KLTN. ഓക്കെ, ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ബൈക്കിന് പാർക്കിംഗ് കുറഞ്ഞു. അതിൻ്റെ മെയിൻ കാര്യം മറ്റേ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം പാർക്കിങ്ങിൽ പാതി സ്ഥലം വന്നിട്ട് പകുതിയിലെ 3/4 സ്ഥലവും വിറകടുപ്പിന് ഉള്ള സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുളത്തൂരാണ്. ഇവിടെ കറക്റ്റ് 7.3 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:30 ആവാറായി. എന്തായാലും മൂന്നാമത്തെ ഓർഡർ ഡിലേ ആയില്ല, പെട്ടെന്ന് കയ്യിൽ കെട്ടി. അതിന് സന്തോഷമായി. എന്തൊരു ബ്ലോക്ക് ഉണ്ടായി. അയ്യോ, ഇങ്ങോട്ടേക്ക് വന്നുള്ളതിൽ ഇനി MT15. ഈ ബൈക്ക് ലുക്കാണ്, പക്ഷേ ബാക്ക് സീറ്റ് ഉണ്ടോ, ചെറുതായിരിക്കും. ബാക്കിരിക്കുന്ന ആൾക്കാർ ഫ്രണ്ടിരിക്കുന്ന ആൾക്കാർ കെട്ടിപ്പിടിച്ചിരിക്കണം, എങ്കിലേ സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും മഴയില്ല, ചുമ്മാ ഷോ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ക്ലൗഡിക്കുള്ള മഴ വൈകിട്ടെങ്കിലും കാണാതിരിക്കാൻ വഴിയില്ല. കട്ട ബ്ലോക്കാണല്ലോ സുധിച്ചത്. വേറെ വഴി കയറി പോകാൻ പറ്റും, നോക്ക്. ഒരു നോക്കിയാലോ പയ്യെ ഒന്ന്. ഓക്കെ ഓക്കെ, കയറി ഇങ്ങനെ ഇന്ന് ഞാൻ നിൽക്കേണ്ട തന്നെ. നമുക്കിനി അവിടെ പോയി ലെഫ്റ്റ് ഫ്രീ ആണ്, വേറെ വിഷയമില്ലാതെ പോവാം. നമ്മളങ്ങനെ ഹൈവേ എത്തിയിട്ടുണ്ട്. ഇപ്പം നിൽക്കുന്ന സ്ഥലം വെൺപാലപട്ടം. എന്നാൽ നമ്മൾ പയ്യെ കുറച്ച് കയറട്ടാ. കുറേ നേരം നിന്നുകൊണ്ടിരിക്കുകയാണ്. കയറി വേറെ വഴിയില്ല, നിന്ന് കഴിഞ്ഞാൽ നിൽക്കേണ്ട തന്നെ. കയറിക്കോ. ടാങ്കർ ലോറിയൊക്കെ പറഞ്ഞ് നോക്കി കയറ്റി. അപ്പോൾ ഒരു പാടെണ്ണ കയറാം വണ്ടിയും കൊണ്ട്. നമുക്ക് അപ്പുറത്താണ് കയറേണ്ടത്, പിന്നെ വേറെ വഴിയില്ലാത്ത വണ്ടിയിലൂടെ കയറിയത്. അവിടെ കയറാൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചില്ല നമ്മളെ. അങ്ങനെയുണ്ട് സ്ഥലം, അടിപൊളിയല്ലേ. ഇത് ഏരിയാണ്, ഇങ്ങോട്ട് ഞാൻ പോയിട്ടേ ഇല്ല. ഇവിടെ നിന്നൊരു 300 മീറ്റർ ദൂരമുള്ള കസ്റ്റമർ ലൊക്കേഷൻ തറായി. ലൊക്കേഷൻ എത്തി, ഇത് തന്നെ ഇവിടെ അല്ലേ? ഓക്കെ, അതെ. അനൂപ് ഓർഡർ ഡെലിവേർഡ്. പോന്ന. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ വെച്ചിട്ടുണ്ട്. ബാർബിക്യൂ നാഷൻ, 2nd ഫ്ലോർ ലുലു മാള്. ലുലു മാളാണ്. ആഹാ, ലുലു മാളിൽ ബ്ലോക്ക് തുടങ്ങിയടേ. എൻ്റെ അമ്മോ, കഴിഞ്ഞ ഞായറാഴ്ച ബ്ലോക്ക് ആയിരുന്നു. ഇന്നും അതേ സെയിം. ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് അപ്പുറത്ത് പോകണമല്ലോ, അവിടെയും ബ്ലോക്ക് ആയിരിക്കുമല്ലോ. ഓരോ ദിവസം ഓരോ സോണാണ്. പക്ഷേ ഞായറാഴ്ച മാത്രം കറക്റ്റ് ഇവിടെ അടിച്ചു തരും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു പിടിയില്ല. വണ്ടിയാണെങ്കിൽ ക്ലച്ച് പിടിച്ച് ഗിയറടിച്ച് മാറ്റി പോകുമ്പോഴേ വണ്ടിക്ക് കുറേ അങ്ങ് തേമനം ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ ബ്ലോഗിൽ കുറച്ച് കമൻറ്റ്സ് വന്നായിരുന്നു. അതായത് ലുലു മാളിൽ നമ്മളെപ്പോലെ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് വേറെ വഴി ഉണ്ടെന്നാണ് പറഞ്ഞത്. പെട്രോൾ അടിച്ചിട്ട് പോകാമല്ലോ ഇവിടെ. 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട്. ഗൂഗിൾ പേ ആണേ, അടുത്തുണ്ടേ. ഓക്കെ, നമുക്ക് എന്തായാലും വേറെ വഴിയുണ്ടോ ചോദിച്ചു നോക്കാം. പറ്റുമെങ്കിൽ അതുവഴി കയറി പോവാം. വേറെ വഴിയുണ്ടോ കയറേ? വേറെ വഴിയുണ്ടോ കയറേ? ഗാറ്റ് 2 വഴി പൊക്കോളം പറഞ്ഞ് കയറി നോക്കാം. ഇവിടെ ഫുൾ ബ്ലോക്ക് അല്ലേ, ഇല്ലെങ്കിൽ കയറി പോകാമായിരുന്നു. ഇത് തന്നെ ഗാറ്റും ഇവിടെ തന്നെ. ഓക്കെ, താങ്ക് യു. ഇതല്ലേ വഴി. നേരത്തെ പറഞ്ഞെങ്കിൽ അന്ന് ഏത് വഴി കയറി പോയായിരുന്നു. വെറുതെ ചുറ്റി കറങ്ങി കഷ്ടപ്പെട്ട് കഴിഞ്ഞ ആഴ്ച. ഇപ്പോൾ എന്ത് എളുപ്പമായിരിക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ വലിയ ബ്ലോക്കൊന്നും ഇപ്രാവശ്യം ഇല്ല കേട്ടോ, ഇത്തിരി കുറവ് തന്നെ. അപ്പോൾ ഇനി തൊട്ട് ലുലു മാൾ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഗാറ്റ് 2 വഴി കയറിപ്പോവാം കേട്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ ആൾക്കാർക്ക് താങ്ക് യു പറയുകയാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് വഴി കയറിപ്പോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ബ്ലോക്ക് ചെയ്യുന്നേനെ. അപ്പോൾ അവിടെ കയറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ചെറിയ വിഷയമായിട്ടുണ്ട്. ലുലു മാൾ ഓർഡർ ചെയ്യാൻ പോയില്ലേ, പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഗോപ്രോയിൽ മൈക്ക് കണക്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള ഒരു 10 മിനിറ്റ് വ്ളോഗ് ഫുള്ളും ഓഡിയോ ഇല്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കണത് മാത്രം ബാക്കി കാണിക്കാറുണ്ട്. അതുകൊണ്ട് കാണിച്ചിട്ട് ഈ വ്ളോഗ് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം സോറി, ക്ഷമിക്കണം, എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. സത്യം പറഞ്ഞാൽ 2 വ്ളോഗ് ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്കും വൈകിട്ടും വ്ളോഗ് ചെയ്തു. ഫുൾ ഡേ വ്ളോഗായിരുന്നു. അത് കംപ്ലീറ്റും പോയി. ചില സമയത്ത് ഇങ്ങനെ സംഭവിക്കുക സ്വാഭാവികമാണ്. നമ്മൾ ഇനി കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ ചെറിയ പ്രൊമോഷൻ ഉണ്ട്, അത് പറഞ്ഞ് ഞാൻ പോയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് DM ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കി തരാം. ഓക്കെ, നമ്മളതിന് വീടെത്തിയിട്ടുണ്ട്. പിന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞത് ചോറ്, മുട്ടക്കറി, മീൻ വറ്റിച്ചത്, പിന്നെ വന്നിട്ട് അച്ചാർ, മാങ്ങ അച്ചാർ. സൂപ്പറല്ലേ വിഷുട്ടി?
നീ ഇന്നലെ കണ്ടല്ലോ പടം പിന്നെ കാണണ അയ്യേ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. നല്ല വിശപ്പെട്ട ഒരു രക്ഷയില്ല. ഇനി ഒരു നിമിഷം ലാറ്റാക്കിയാൽ പോലും എനിക്ക് പണിയാവും. എനിക്ക് സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. ആദ്യം കുറച്ച് മുട്ടക്കറി എടുത്ത് ചോറിൽ വരാം. നല്ലപോലെ കുറച്ച് ചെറിയ പീസ് മുട്ട ഇങ്ങനെ എടുക്കുക, അടുക്ക് വയ്ക്കുക, എന്നിട്ട് ഉരുട്ടുക. സൂപ്പർ. ഇനി കുറച്ച് മീൻ കറി. സൂപ്പർ. കഴിച്ചിട്ട് വൈകിട്ട് ജോലിക്ക് പോകണം. ഒരു 6 മണിയാകുമ്പോൾ. നേരത്തെ പോവാം. സർജൊക്കെ ഉണ്ട്, ഇൻസെൻറ്റീവ് ഓഫറുണ്ട്. 5 മണി ഞാൻ പറയാം അല്ലേ. ഒരു കാര്യമുണ്ട്, പക്ഷേ ഡാൻസ് ക്ലാസ് ഉണ്ട് 5 to 6 അല്ലേ. പോകണമല്ലോ. 6 മണിക്ക് ഇറങ്ങാം. ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും കുറച്ച് സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകണമോ, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരിക്കലും ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. പതുക്കെ ആക്കാൻ പറ്റില്ല, കണ്ണി തെറിക്കും.